നമ്മുടെ പോത്തുകുട്ടൻ്റെ എല്ല് നിങ്ങൾ കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും നിങ്ങളിത് കഴിച്ച് നോക്കണം കേട്ടോ. കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ വികാരം എന്താണെന്നും കൂടി കമൻസിലൊന്ന് അറിയിക്കണേ. അപ്പോൾ കഴിക്കാത്തവർക്ക് അതൊരു പ്രചോദനം ആയിക്കോട്ടെ, ഇല്ലേ? അപ്പോൾ എല്ല് കറി ഡെയിലി ബേസിസിൽ ഇവിടെ ഉണ്ടാക്കുന്നതല്ല, ഇടയ്ക്ക് വല്ലപ്പോഴും കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കപ്പയെല്ല് വെക്കാനായിട്ട് എല്ല് മേടിച്ചപ്പോൾ കുറച്ച് എല്ല് കറി കൂടി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസാല സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവാള, ഇത്രയും കാര്യങ്ങൾ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് എല്ല് തട്ടിക്കൊടുക്കുക ചെയ്യുക. ഈ എല്ല് ഞാൻ ഓൾറെഡി മസാലയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഇത്രയും കാര്യങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അത് എല്ലിലേക്ക് തട്ടിക്കൊടുത്ത് അങ്ങനെ തിരുമ്മി പറ്റിച്ച് വെച്ച് വേവിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മസാല തിരുമ്മി വേവിക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ സവാള വഴറ്റുന്ന പാകത്തിലേക്ക് ഈ മസാലകൾ ചേർത്ത് കൊടുത്ത് വഴറ്റിയിട്ട് എല്ല് വേവിച്ച് തട്ടിക്കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന ഒരു പാകത്തിലേക്ക് നമ്മൾ 1 സ്പൂൺ ഗരം മസാലയും 2 സ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല നെയ്യ് തെളിഞ്ഞു വരുന്ന പാകത്തിലേക്ക് എത്തൂട്ടോ കറി. ആ സമയത്തേക്ക് ഞാൻ കുറച്ച് താളിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില താളിച്ചത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഇറച്ചിക്കറിയിൽ കുറച്ച് ഇതുപോലെ താളിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. എപ്പോഴും മീറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വറുത്തരപ്പ് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വറുത്തരപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായില്ല, ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേനെ. ഇറച്ചിക്കറി വയ്ക്കുമ്പോൾ വറുത്തരപ്പ് ഞാൻ കുറച്ച് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു വട്ടെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് കമൻസിൽ അറിയിക്കണേ.